പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ എന്നതാണ്. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അതിൻ്റെ ലക്ഷ്യങ്ങൾ ഇവയാണ്. ഒന്നാമതായി, ദൈവത്തെ തേടാനും ദൈവത്തിലേക്ക് അടുക്കുവാനും. ഒരു സംഭവം ഞാൻ പറയാം. ഒരു വ്യക്തി ഒരു അച്ഛനെ സമീപിച്ച് പറഞ്ഞു, അച്ഛ, ബിസിനസ് തകർന്നപ്പോഴാണ് ഞാൻ കർത്താവിലേക്ക് തിരിഞ്ഞത്. അതുവഴി ഞാനും കുടുംബവും ദൈവത്തിലേക്ക് അടുക്കുകയും ദൈവത്തിൽ ശരണം പ്രാപിച്ചപ്പോൾ ദൈവം നല്ലൊരു ജോലി തന്ന് എല്ലാ പ്രശ്നങ്ങളും എടുത്തു മാറ്റുകയും ചെയ്തു. വചനം ഇപ്രകാരം പറയുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. രണ്ടാമതായി, ജീവിത വിസ്തീർണത്തിന് സഹനങ്ങൾ ദൈവം അനുവദിക്കാം. പാപാവസ്ഥയിലും തിന്മയിലും കഴിയുന്ന വ്യക്തികൾക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരവസരമായി ദൈവം സഹനം അനുവദിക്കുന്നു. ഇത് ഒരു ശിക്ഷയായിട്ടല്ല, മറിച്ച് ശിക്ഷണമായിട്ടാണ്. വഴിതെറ്റിപ്പോകുന്ന ആടിനെ ഇടയൻ വടികൊണ്ട് അടിച്ച് ആട്ടിൻകൂട്ടത്തിലേക്ക് ചേർത്ത് നിർത്താറുണ്ടല്ലോ. വേദനയേറ്റ് ആട് തളർന്നു വീണാൽ അതിനെ മാറോടണച്ച് ചുടുചുംബനം നൽകുന്ന നല്ല ഇടയനാണ് ദൈവം. മൂന്നാമതായി, ദൈവം മഹത്വത്തിനായി ദൈവം സഹനങ്ങൾ അനുവദിക്കാം. അന്ധനായി ജനിച്ച ഒരു മനുഷ്യനെ അവന്റെ രോഗം പൂർവികരുടെ പാപം മൂലമാണെന്നുള്ള കാഴ്ചപ്പാടിൽ യേശുവിന്റെ പക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ യേശു നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ്. ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നാണ് യേശു പറയുന്നത്. ദുഃഖ ദുരിതങ്ങളിലൂടെയും ദൈവം തന്റെ മഹത്വം പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്നു. മരിച്ച ലാസറിനെ യേശു ഉയർപ്പിക്കുകയും അനേകരുടെ മുമ്പിൽ സാക്ഷിയാക്കുകയും ചെയ്തു. നാലാമതായി, മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി ദൈവം സഹനം അനുവദിക്കാം. സഹനം ഒരു ശാപമല്ലെന്നും അത് സമർപ്പിച്ച് കാഴ്ചവെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നും കുരിശിലെ തന്റെ രക്ഷാസഹനത്തിലൂടെയും മരണം വഴിയും യേശു കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനെയാണ് രക്ഷാകര സഹനം എന്ന് പറയുന്നത്. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെല്ലാം രക്ഷാകരമാണ്. അതുവഴി അനേകരെ രക്ഷിക്കാനും നേടിയെടുക്കാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം പല രീതിയിൽ സഹനങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നേക്കാം. വചനം ഇപ്രകാരം പറയുന്നു, യേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാനുള്ള വരം കൂടി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സഹനം ദൈവത്തിൽ നിന്നായാലും സാത്താനിൽ നിന്നായാലും ദൈവം അത് നന്മയ്ക്കായി മാറ്റുമെന്ന് വിശ്വസിക്കണം. വചനം ഇപ്രകാരം പറയുന്നു, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് വചനങ്ങൾ അനുസരിച്ച് ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവം സഹനം നന്മയ്ക്കായി മാറ്റും. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നചുരുക്കം ഇതാണ്. പലർക്കുമുള്ള ഒരു സംശയമാണ് ദൈവം സഹനം തരുമോ എന്നുള്ളത്. സ്നേഹം തന്നെയാണ് ദൈവം എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. സ്നേഹം തന്നെയായ ദൈവം നമുക്ക് സഹനം തരുമോ? അത് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്കൊരു കാര്യം മനസ്സിലാവും. സ്നേഹം തന്നെയായ ദൈവം സഹനം തരും എന്നുള്ളത്. നമ്മൾ വിശുദ്ധരെ എടുത്ത് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധരെല്ലാം വലിയ സഹനത്തിലൂടെ കടന്നുപോയവരാണ്. ദൈവം വളരെയധികം സ്നേഹിച്ചിരുന്നവരാണ് വിശുദ്ധരെല്ലാവരും. അതുകൊണ്ട് ആ വിശുദ്ധർക്ക് ദൈവം അതികഠിനമായ സഹനം കൊടുത്തു. എന്താണ് അതിന്റെ കാരണം? അതായത് ദൈവം ഒരു മനുഷ്യനെ വിശദീകരിക്കുന്നത് സഹനം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു സഹനം വരുമ്പോൾ ദൈവത്തിന് നമ്മോട് സ്നേഹമില്ല എന്ന് വിചാരിക്കരുത്. ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ധാരാളം സഹനം കൊടുക്കുന്നു എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒരു ആത്മീയ രഹസ്യം ഇതിന് പിന്നിലുണ്ട്.
ആ ആത്മീയ രഹസ്യം ഇതാണ്: ദൈവം ഈ ലോക ജീവിതത്തിലുള്ള നമ്മുടെ ജീവിതത്തിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവം മരണശേഷമുള്ള ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഈ ലോക ജീവിതം ഏറ്റവും കൂടിയ 100 വയസ്സ് മുകളിൽ വരെ ജീവിക്കുമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് മരിച്ച് പോകേണ്ടവരാണ്. പക്ഷെ മരണശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ജീവിതമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവസാനിക്കാത്ത ആ ജീവിതത്തില് സ്വർഗത്തില് ദൈവത്തോട് കൂടെ ഇരുന്ന് സന്തോഷിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നമുക്ക് കുറെ സഹനങ്ങൾ തന്നായാലും നമ്മുടെ പാപമൊക്കെ വിശദീകരിച്ച് ദൈവം സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ നോക്കും. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ കൂടുതലായി സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹനം കൂടാനാണ് സാധ്യത വളരെ കൂടുതൽ. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ സഹനം വരുന്നതെന്ന് വെച്ചാൽ, പിശാചിന് സഹനം തരാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലുള്ള പല സഹനങ്ങൾക്കും കാരണം ചിലപ്പോൾ പിശാചാവാം. പിശാചിന് രോഗങ്ങൾ വരുത്താൻ പറ്റും. അതുകൊണ്ട് എല്ലാ രോഗങ്ങളും പിശാച് വരുത്തണമെന്ന് ചിന്തിക്കേണ്ടതില്ല. പിശാചിന് രോഗങ്ങൾ വരുത്താൻ പറ്റും എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ജോബിന്റെ ജീവിതം മുഴുവൻ അതാണ് നമ്മളെ കാണിക്കുന്നത്. ജോബിന് മുഴുവൻ സഹനം വന്നത് എന്തുകൊണ്ടാണ്? ആ സഹനം വരുത്തിയത് പിശാചാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. പക്ഷെ അവിടെ ബൈബിളിലൊരു രഹസ്യം ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട്. അതായത് ദൈവം പിശാചിന് അനുവാദം കൊടുത്തതിന് ശേഷമാണ് ജോബിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നത് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. അപ്പൊ പിശാച് ഒരു സഹനം നമുക്ക് തന്നാലും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു അനുവാദം വേണം. അല്ലാതെ പിശാചിന് ഒരാളെ പെട്ടെന്ന് സഹനം കൊടുത്ത് നശിപ്പിക്കാൻ പറ്റുകയില്ല. പക്ഷെ നമ്മൾ പിശാചിനെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ദൈവത്തിന്റെ അനുവാദം ഇല്ലാതെ പിശാചിനെ നമുക്ക് സഹനം തരാൻ പറ്റും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സഹനം ഒരിക്കലും അതിൽ തന്നെ ഒരു തിന്മയല്ല. ദൈവം നമുക്ക് തരുന്ന വലിയ ദാനമാണ് സഹനം. അപ്പൊ നമ്മുടെ പാവങ്ങളൊക്കെ വിശദീകരിക്കാനായിട്ട് ദൈവം കൂടുതൽ സഹനങ്ങൾ തരാം. അതുപോലെ മറ്റൊരു രീതിയിൽ നമുക്ക് സഹനം വരിക എന്ന് പറയുന്നത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന സഹനങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ആസിഡ് എടുത്ത് കുടിച്ചു, അത് കഴിഞ്ഞിട്ട് ആന്തരാവയവങ്ങളെല്ലാം വെന്തുപോയി നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സഹനത്തിന് ഉത്തരവാദി ദൈവമല്ല, അത് നമ്മൾ മാത്രമാണ് ആ സഹനത്തിന് ഉത്തരവാദി. അതുപോലെ തന്നെ നമുക്ക് നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, നമ്മൾ പൈസയൊന്നും സൂക്ഷിക്കാതെ എല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ചു, അത് കഴിഞ്ഞ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് വന്നു. ആ സഹനത്തിന് ഉത്തരവാദി ആരാണ്? ദൈവമല്ല, അത് നമ്മൾ തന്നെയാണ് ആ സഹനത്തിന് ഉത്തരവാദി. ഇതുപോലെ തന്നെ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് സഹനങ്ങൾ വന്നാൽ, പിശാച് തരുന്ന സഹനമാണെങ്കിലും നമ്മൾ തന്നെ വരുത്തി വെച്ച സഹനമാണെങ്കിലും ഇനി ദൈവം അനുവദിക്കുന്ന സഹനമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: നമ്മൾ ആ സഹനത്തെ ദൈവകരങ്ങളിൽ നിന്ന് നന്ദിപൂർവ്വം സ്വീകരിച്ച് കർത്താവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് ഈ സഹനങ്ങളെല്ലാം കാഴ്ചവെക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വന്ന സഹനമാണെങ്കിലും ആ സഹനത്തിന് വലിയ മൂല്യം വരും. ആ മൂല്യം നമ്മുടെ ഇഹലോകത്തിലുള്ള പാവങ്ങളെല്ലാം മോചിച്ച് നമ്മളെ ഒരു വിശുദ്ധനും വിശുദ്ധിയാക്കി മാറ്റും. അങ്ങനെ നമുക്ക് ഒരു വിശുദ്ധനും വിശുദ്ധിയായി ഈ ലോകത്ത് ജീവിക്കാനും പറ്റും. മരിച്ചു കഴിയുമ്പോൾ നമുക്ക് നേരെ സ്വർഗത്തിലും പോകാൻ പറ്റും. നമുക്ക് കുറെ പാപം ഉണ്ടെങ്കിൽ നമ്മളെ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹനമുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഈ ലോകത്തിൽ ആ സഹനങ്ങള്, നമുക്ക് വരുന്ന സഹനങ്ങള് നമ്മൾ സന്തോഷപൂർവ്വം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്താതെ നമ്മൾ ആ സഹനങ്ങൾ മുഴുവൻ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് മരണശേഷം ശുദ്ധീകരണ സ്ഥലത്തിൽ പോലും പോവാതെ നേരെ സ്വർഗത്തിലോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ ഉടനെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത്. വചനം ഇപ്രകാരം പറയുന്നു: അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ആ വചനം പറയുന്നത് നമ്മോട് പറയുന്നത് എന്താണ്? നമ്മൾ എത്ര സഹനം വന്നാലും നമ്മൾ ആത്മഹത്യ ചെയ്യരുത്. നമ്മൾ ആ സഹനത്തിലൂടെ കടന്നുപോയി ദൈവത്തിന്റെ പദ്ധതിയാണ് അതെന്ന് മനസ്സിലാക്കി അത് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാം. അങ്ങനെ നമുക്ക് വരുന്ന സഹനങ്ങള് നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാവങ്ങൾക്കെല്ലാം ദൈവം അത് കണക്കിട്ട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ദൈവം നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങള്
നമുക്ക് സന്തോഷപൂർവ്വം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. അങ്ങനെ നമ്മൾക്ക് ഇവിടെ ഒരു വിശുദ്ധനും വിശുദ്ധിയായി നമ്മുടെ മരണശേഷം നമുക്ക് നേരെ സ്വർഗത്തിലും പോകാം. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.